എല്ലാവർക്കും വണിക ജ്യോതിഷത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 19 മുതൽ 25 വരെയുള്ള ആഴ്ചയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ വാരഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നക്ഷത്രങ്ങൾക്ക് പൊതുവായുള്ള ഒരു ഫലപ്രവചനം മാത്രമാണ്. ഓരോരോ വ്യക്തികൾക്കും അവരുടെ ജനന സമയത്തെ ഗ്രഹനിലകൾക്ക് അനുസൃതമായി ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അശ്വതി നക്ഷത്രം ഈ ആഴ്ച കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടായേക്കാം. അസുഖങ്ങളെ കരുതിയിരിക്കണം. മനസ്സിന് വ്യാകുലത അനുഭവപ്പെടും. പ്രവർത്തനങ്ങളിൽ തടസ്സം അനുഭവപ്പെട്ടേക്കാം. ജോലിയിൽ നിരാശ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. മേലധികാരികളിൽ നിന്നും ശാസനയ്ക്ക് ഇടയുണ്ട്. ആഗ്രഹിച്ചതുപോലെ ധനം വന്നു ചേരില്ല. വാരത്തിൻ്റെ അവസാനം കാര്യങ്ങളിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം. ഭരണി നക്ഷത്രം ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കരുത്. തടസ്സങ്ങൾ തുടരും. ചെറിയ അസുഖങ്ങൾ മൂലം മാനസിക പ്രയാസം അനുഭവപ്പെടും. കാര്യങ്ങളിൽ പൊതുവെ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും. ഉറ്റ ബന്ധുക്കളുടെ വിയോഗം കേൾക്കാനിടവരും. നവദമ്പതികൾക്ക് സന്താന കാര്യങ്ങളിൽ ശുഭവാർത്ത പ്രതീക്ഷിക്കാം. വാരത്തിൻ്റെ അവസാനം കഷ്ടതകൾക്ക് ശമനം ഉണ്ടാകും. കാർത്തിക നക്ഷത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കണം. അഭിപ്രായങ്ങൾക്ക് അർഹിച്ച പരിഗണന ലഭിക്കും. പുതിയ ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കും. ജോലികൾ ചെയ്തു തീർക്കാൻ കാലതാമസം ഉണ്ടാകും. ചില പ്രവൃത്തികൾ അവനവന് തന്നെ ദോഷമായി ഭവിച്ചേക്കാം. സുഹൃത്തുക്കളെയോ വേണ്ടപ്പെട്ടവരെയോ കണ്ടുമുട്ടാനും ഇടവരും. രോഹിണി നക്ഷത്രം അധികാരമുള്ള പുതിയ ജോലിസ്ഥലത്തേക്ക് മാറ്റം ലഭിച്ചേക്കാം. ധനപരമായി മെച്ചം ഉണ്ടായേക്കാം. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ തടസ്സം അനുഭവപ്പെട്ടേക്കാം. പുതിയ ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അർഹിച്ച വിജയം ഉണ്ടായേക്കും. ചില പദ്ധതികൾ വഴിയിൽ ഉപേക്ഷിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും. മെച്ചപ്പെട്ട വസ്തുക്കൾ വന്നു ചേരാനും ഇടയുണ്ട്. മകീരം നക്ഷത്രം ധനപരമായി ഗുണകാലമല്ല. ഉത്തമ വ്യക്തികളുമായി വാക്കുതർക്കത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഇടവന്നേക്കാം. പുതിയ വസ്ത്രങ്ങളോ മറ്റോ സമ്മാനമായി ലഭിക്കാനിടയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിലെത്തിച്ചേരാനും കുടുംബത്തിൽ സന്തോഷത്തിനും സാധ്യത കാണുന്നു. തിരുവാതിര നക്ഷത്രം ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ അകൽച്ചയ്ക്ക് കാരണമാകുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. അറിയാതെ ചതിയിൽ അകപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു. വസ്തുക്കൾ മറ്റുള്ളവരാൽ അപഹരിക്കാനിടയുണ്ട്. പ്രതികൂലമായ സാഹചര്യങ്ങളിലും മനസ്സുഖമുണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. സ്ത്രീ സുഹൃത്തുക്കൾ മുഖാന്തിരം സന്തോഷം അനുഭവിക്കും. വാരാന്ത്യത്തിൽ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുണർദം നക്ഷത്രം ജോലിയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുമായി വഴക്കിനോ കയ്യേറ്റങ്ങൾക്കോ ഇടവന്നേക്കാം. ശാരീരികമായി വേദനകൾ അനുഭവിക്കാൻ ഇടവന്നേക്കാം. വിലപിടിപ്പുള്ള വസ്തുവകകൾക്ക് നാശം സംഭവിക്കാനിടയുണ്ട്. മനസ്സുഖത്തിന് കുറവ് വന്നേക്കാം. വാര അന്ത്യത്തോടെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പൂയം നക്ഷത്രം വാരത്തിൻ്റെ ആദ്യ ഭാഗം മനസ്സിനെ പല പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും. ഉറ്റവരുമായി വാക്കുതർക്കത്തിന് ഇടവന്നേക്കും. വസ്ത്രങ്ങളോ സമ്മാനങ്ങളോ ലഭിച്ചേക്കാം. വാരത്തിൻ്റെ മധ്യത്തോടെ കാര്യങ്ങളിൽ മാറ്റം പ്രതീക്ഷിക്കാം. പിരിമുറുക്കങ്ങൾക്ക് അയവും സുഖാനുഭവങ്ങളും തേടിയെത്തും. ആയില്യം നക്ഷത്രം ഈ ആഴ്ച വാഹനങ്ങൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. ആലോചിക്കാതെ പ്രവർത്തിക്കുക വഴി അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാനോ മാറ്റപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങൾ കൊണ്ട് ഉപദ്രവങ്ങളെ കരുതിയിരിക്കണം. പൊതുവെ ഗുണകാലമല്ല. മകം നക്ഷത്രം ജോലിയിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സുഖകരമായ ജീവിത സാഹചര്യങ്ങൾ സംജാതമാകും. ചില പ്രവൃത്തികളിൽ ആഗ്രഹിച്ച വിജയം എത്തിപ്പിടിക്കാൻ സാധിച്ചേക്കും.
പൊതുവേദികളിൽ അംഗീകാരത്തിനും ബഹുമാനത്തിനും ഇടവരുന്ന സന്ദർഭങ്ങൾ വരും. പൂരം നക്ഷത്രം. പ്രവൃത്തിമണ്ഡലത്തിൽ കർമ്മതടസ്സങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ രോഗങ്ങളാൽ ആരോഗ്യം അസ്വസ്ഥമാകാൻ ഇടയുണ്ട്. ദുഃഖകരമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാൻ ഇടവന്നേക്കും. കുടുംബാംഗങ്ങളുടെ കൂടിച്ചേരലിനും സന്തോഷത്തിനും സാധ്യത കാണുന്നു. ഉത്രം നക്ഷത്രം. അവിചാരിതമായി ധനച്ചിലവ് വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും ഇടയുണ്ട്. പുതിയ പദവിയിൽ ഉന്നത അധികാരങ്ങൾ സിദ്ധിക്കും. പ്രതീക്ഷിച്ചിരിക്കാതെ യാത്രകൾക്ക് സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം തുടരും. അത്തം നക്ഷത്രം. ധനപരമായി ഗുണം ഉണ്ടാകുന്ന കാലമാണ്. പുതിയ വസ്തുവകകൾ വന്നു ചേരാനും യോഗമുണ്ട്. ഉന്നതമായ വിരുന്നുകളിൽ അതിഥിയാവാൻ യോഗം സിദ്ധിക്കും. ജോലിയുള്ളവർക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റം ഉണ്ടാകും. പ്രവൃത്തി മികവുകൾക്കനുസരിച്ച് ഗുണം സിദ്ധിക്കാനും യോഗം കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രം. വാരത്തിൻ്റെ ആദ്യ ഭാഗം കാര്യങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര ഗുണം കാണുന്നില്ല. ധനപരമായും മെച്ചം പ്രതീക്ഷിക്കരുത്. മാനസിക പിരിമുറുക്കം വല്ലാതെ അലട്ടിയേക്കാം. പനി, ശരീരവേദന എന്നിവയും ഉണ്ടാവാം. വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കാനിടയുണ്ട്. വാരമധ്യത്തോടെ രോഗത്തിൽ നിന്നും മുക്തിക്ക് സാധ്യത കാണുന്നു. ബന്ധുക്കളുടെ സമാഗമവും ശുഭകാര്യങ്ങളും വീട്ടിൽ നടക്കാനും ഇടയുണ്ട്. ചോതി നക്ഷത്രം. പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിച്ചേരും. ചില്ലറ രോഗങ്ങൾ അലട്ടിയെന്ന് വരാം. വസ്തുക്കൾക്ക് നാശനഷ്ടം പ്രതീക്ഷിക്കണം. ജോലിയുള്ളവർക്ക് പ്രമോഷനോ കൂടുതൽ ചുമതലകളോ വന്നു ചേർന്നേക്കും. വരവിനൊത്ത് ചിലവുകൾ കരുതിയിരിക്കണം. വിശാഖം നക്ഷത്രം. കർമ്മഫലം ആഗ്രഹിച്ചതുപോലെ ഉണ്ടാവണമെന്നില്ല. അകന്നിരുന്ന ബന്ധുക്കളുമായി കൂടിച്ചേരാൻ ഇടവരും. സുഗന്ധദ്രവ്യങ്ങളോ ആഡംബര വസ്തുക്കളോ വന്നു ചേരും. അനുകൂലമായ വാർത്തകൾ കേൾക്കാനിടവരും. സാമ്പത്തിക നില ഗുണകരമാവില്ല. കലഹ സ്വഭാവം ഗുണം ചെയ്യില്ല. അനിഴം നക്ഷത്രം. ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുവാനോ സ്ഥലം മാറ്റം ഉണ്ടാവാനോ സാധ്യത കാണുന്നു. സ്ത്രീകൾ അതിക്രമങ്ങളെ കരുതിയിരിക്കണം. മനസ്സിനെ അലട്ടുന്ന തരത്തിലുള്ള ദുഃഖങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ വിജയം വന്നു ചേരും. വാരാന്ത്യം ധനസ്ഥിതി കുറച്ച് മെച്ചപ്പെടും. തൃക്കേട്ട നക്ഷത്രം. ജോലിയിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ അവസരം വരും. പ്രവർത്തനങ്ങളിൽ അംഗീകാരവും ബഹുമാനവും വന്നു ഭവിക്കും. മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നത് മനോദുഃഖത്തിനിട വരുത്തും. കുടുംബവുമൊത്ത് ചിലവഴിക്കാൻ അവസരം ലഭിക്കും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ പങ്കാളിയാകും. ധനപരമായി ചെറിയ ഗുണം പ്രതീക്ഷിക്കാം. മൂലം നക്ഷത്രം. വയറിനുണ്ടായ രോഗങ്ങൾക്ക് ആശുപത്രിവാസം ഉണ്ടാവാൻ സാധ്യത കാണുന്നു. അധികാരം പ്രയോഗിക്കാൻ പര്യാപ്തമായ പദവികൾ വന്നുചേരാം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമ നടപടികൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രവൃത്തികളിൽ അവിചാരിതമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. വാരാന്ത്യത്തോടെ ധനപരമായി നേട്ടം കാണുന്നു. പൂരാടം നക്ഷത്രം. ജോലിയിൽ ഉന്നതമായ കാര്യപ്രാപ്തി പ്രകടമാക്കും. ബന്ധപ്പെട്ടവരിൽ നിന്നും ബഹുമാനവും അംഗീകാരവും പ്രതീക്ഷിക്കാം. സ്ത്രീകളുമായി അടുത്തിടപഴകുമ്പോൾ പ്രവൃത്തികളിലും വാക്കുകളിലും ജാഗ്രത പാലിക്കണം. വാക്കുതർക്കങ്ങൾക്കിടവരും വിധം സംഭാഷണം രൂക്ഷമാകാതെ നോക്കണം. നനച്ചിരിക്കാതെ ദൂരയാത്രകൾ ചെയ്യേണ്ടതായും വന്നേക്കാം. ഉത്രാടം നക്ഷത്രം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിൽ കഠിനമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് പ്രശംസയ്ക്കും അംഗീകാരത്തിനും പാത്രമാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിലും മോടി പിടിപ്പിക്കുന്നതിലും താൽപ്പര്യം ഉണ്ടാകും. എന്നിരുന്നാലും സങ്കടകരമായ അനുഭവങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. തിരുവോണം നക്ഷത്രം. പ്രവർത്തന മേഖലയിൽ ഉത്തമ കാര്യക്ഷമതയും വിജയവും കൈവരും. പ്രമോഷനോ കൂടുതൽ സ്ഥാനമാനങ്ങൾക്കോ സാധ്യത കാണുന്നു. പുതിയ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിൽ വരുത്താനും സാധിക്കും. പാരിതോഷികങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ അവസരം വന്നേക്കും.
അപകടങ്ങൾ തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയേക്കാം. അവിട്ടം നക്ഷത്രം. ലോട്ടറിയോ സമ്മാന കൂപ്പണുകളോ അനുകൂലമായി ഭവിക്കാൻ ഇടയുണ്ട്. ബിസിനസ്സിൽ നിന്നും ഇടപാടുകളിൽ നിന്നും ആദായങ്ങളെ പ്രതീക്ഷിക്കാം. വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ കരുതിയിരിക്കണം. സ്ത്രീകൾ മുഖാന്തരം ഗുണാനുഭവം ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും. അമിത കരുതൽ കാണിക്കുന്നത് കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ കാരണമാകും. ചതയം നക്ഷത്രം. സ്ത്രീകൾ മുഖാന്തരമുള്ള ഇടപാടുകൾ വളരെ ജാഗ്രതയോടെ ആവണം. വാശിയോടെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. പ്രതീക്ഷിച്ചതുപോലെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്വന്തം സൗഭാഗ്യങ്ങളെ തനിക്ക് തന്നെ അനുഭവിക്കാൻ യോഗമില്ലാതെ വന്നേക്കും. രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കും. ധനപരമായി കുറച്ച് മെച്ചപ്പെട്ടേക്കാം. പൂരുരുട്ടാതി നക്ഷത്രം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടായേക്കാം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാവാൻ ഇടയുണ്ട്. ചില സംശയങ്ങൾ സത്യമാണ് എന്ന് തിരിച്ചറിയാൻ ഇടവരും. കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ശമനം ഉണ്ടായേക്കാം. വാരാന്ത്യത്തോടെ ദുഃഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഇടയുണ്ട്. മറ്റുള്ളവരാൽ അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും. ഉത്രട്ടാതി നക്ഷത്രം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ ഇടവരും. ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾക്ക് ഈ വാരം സാക്ഷ്യം വഹിക്കാം. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും. പ്രതീക്ഷിക്കാതെ ധനം വന്നുചേരും. പുത്രന്മാരെ കൊണ്ട് നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരും. സ്ത്രീകളുമായുള്ള രഹസ്യബന്ധങ്ങൾ കരുതലോടെയാവണം. രേവതി നക്ഷത്രം. ശത്രുക്കളെ തിരിച്ചറിയാനും തുറന്നു കാട്ടാനും സാധിക്കും. പാരിതോഷികങ്ങളോ ആടയാഭരണങ്ങളോ സമ്മാനമായി ലഭിക്കാനിടവരും. പകർച്ചവ്യാധികളായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നമസ്കാരം.